ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. സവോളയും തക്കാളിയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പകുതി ചെറുനാരങ്ങ ഇത്രയും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 കിലോ ചിക്കൻ കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ ചിക്കനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട, ചിക്കനിൽ നിന്ന് തന്നെ അതിൽ വെള്ളം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമുക്ക് 4 മീഡിയം സവോള വളരെ നൈസായി അരിഞ്ഞെടുത്തത് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടിയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയ കഷ്ണം ഇഞ്ചി, 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലിയാണെങ്കിൽ 15 അല്ലി, വലുതാണെങ്കിൽ 10 അല്ലി എടുക്കുക. ഇനി 10 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ അരച്ചെടുക്കൊന്നും വേണ്ട. ഇനി നമ്മൾ ചിക്കൻ വേവിക്കാൻ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനും ഇപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള മസാലയും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി 5 സവോള അരിഞ്ഞതും 4 വലിയ തക്കാളിയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയുടെ ഇല, അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോളയുടെ പകുതിയും കൂടിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് തൈരും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എന്നാലാണ് ചിക്കനിൽ ഈ ചേരുവകളെല്ലാം പിടിച്ചു കിട്ടുള്ളൂ. എന്നിട്ട് 15 മിനിറ്റ് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 3/4 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാതും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്കിത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഉണ്ട്, അതൊന്നും കൂടി വറ്റി കിട്ടണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി മാറ്റി വയ്ക്കാം. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചോറ് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ഏലക്കായ, 5 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, ഒരു കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 കിലോ അരിയാണ് ചേർത്തിരിക്കുന്നത്. ഈ അരി 75% വെന്തുന്നാവുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. മുഴുവൻ വേവാൻ നിൽക്കരുത്, അപ്പോൾ നമുക്ക് ദമ്മിടുമ്പോൾ ബിരിയാണി ആകെ കുഴഞ്ഞു പോവും. ഇപ്പോൾ ഇതാ ഏകദേശം അരി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിത് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇത് ഇടുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് നെയ്യ്, കുറച്ച് പുതിനയില, മല്ലിയില, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും കാഷ്യൂനട്ട്, മുന്തിരി എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ ബിരിയാണി എസൻസ് ചേർക്കാം, കളറ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി അടികട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുള്ള പാത്രം കൂടിയും വെക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഇത് തുറക്കരുത്, 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ആദ്യം മുകളിലുള്ള ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ബിരിയാണി സെർവ് ചെയ്യാം. ആദ്യം നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറും വെച്ച് സാലഡും വെച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ നടക്കുന്നത്, അപ്പോൾ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി. ഒരുപാട് ഓയിലിൽ വഴറ്റിയൊന്നും എടുക്കാത്ത ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.